ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർക്കണം സൈനികൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടി. നമ്മൾ ഒരു പുതിയ വിഷയം എന്ന് പറയുമ്പോൾ ഇന്ത്യ UAE വ്യാപാരത്തിൽ ഡോളർ മാറാൻ പോവുകയാണ്. ഡോളറിലാണ് ഇപ്പോൾ ഈ അസംസ്കൃത എണ്ണ ഇറക്കുമതി കാര്യങ്ങൾ പല വ്യാപാരങ്ങളും ഇന്ത്യയും UAEയും തമ്മിൽ നടത്തുന്നത്. ഇത്രയും കാലമായിട്ട് ഡോളറിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്. ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ UAE ഒക്കെ ആയിട്ടുള്ള വലിയ കുറേ കാലത്തെ ഇടപാടുകളും സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യാപാരങ്ങൾ നടത്തുന്ന ഇതാണ്. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ തന്നെ പച്ചക്കറികൾ, മറ്റ് ഫുഡ് ഇനങ്ങളും പല കാര്യങ്ങളും ഇങ്ങോട്ട് UAEയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സഹകരണ ഇതിലൂടെയാണുള്ളത്. അപ്പോൾ ഈ ഡോളറിലൂടെയുള്ള ഒരു വാങ്ങൽ കൊടുക്കൽ എന്ന് പറയുമ്പോൾ ഡോളർ അതിൻ്റെ ഇടയിലുള്ള ഒരു കറൻസി ആകുമ്പോൾ, അല്ലെങ്കിൽ അത് ഡോളർ അതിൽ നിന്ന് മാറുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കറൻസിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി അങ്ങനെ അതിനുള്ള ചെറിയ താമസം, അതിനുള്ള സാമ്പത്തിക ചെലവ്, ഇത്തരം നൂലാമാലകളൊക്കെ ഒഴിവായി കിട്ടും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് കൂടുതൽ നേട്ടം ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഡോളറുമായിട്ടുള്ള ഒരു കിടമത്സരം ഒഴിവായി കിട്ടും. ഡോളറുമായിട്ടൊരു മത്സരം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡോളറിനൊരു മേൽക്കോയ്മ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഇന്ത്യൻ രൂപയിൽ തന്നെ ആകുമ്പോൾ അത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനും വലിയ തോതിൽ ബിസിനസ്സുകൾ പുരോഗമിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമായിട്ടാണ് ഇതിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള ആൾക്കാർ വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്കതിനെ പറ്റി കൂടുതൽ പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ, 2022-23 സാമ്പത്തിക വർഷത്തിൽ 232.7 ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ UAEയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് ചിലവഴിച്ചിട്ടുള്ള തുകയായിട്ട് 157.5 ശതകോടി ഡോളറാണ് ചിലവിട്ടുള്ളത്. അപ്പോൾ ഈ രൂപയിലേക്കുള്ള ഇടപാടുകൾ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത്തരം ഈ അമിത ചിലവുകൾ കുറയ്ക്കാനും മറ്റ് നൂലാമാലകളൊക്കെ നേരെ സൂചിപ്പിച്ചാലും അത് കുറയ്ക്കാനും ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കും കഴിയും. 2022-23 വർഷത്തിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ UAEയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. UAEയുടെ തന്നെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ കയറ്റുമതി ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ആ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇന്ത്യയും UAEയുടെ ഒരു രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. വലിയ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ ഈ റൂപേ എന്ന് പറയുമ്പോൾ രൂപയിലൂടെയുള്ള പേയ്മെൻറ്റ്, രൂപയിലൂടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും ലോക ബിസിനസ് രംഗത്തേക്ക് ഇന്ത്യക്ക് അതിനൊരു വഴി തുറക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഡോളറിന് പകരമായിട്ട് രൂപയിലൂടെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വളരെ പുരോഗതി ഉണ്ടാകും. രാജ്യത്തിന് തന്നെ വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു യജ്ഞത്തിനോടൊപ്പം നിൽക്കുക, സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിനോടൊപ്പം നിൽക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മ സൈനികൻ.